പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ് ഈ കാണുന്ന മുച്ചീരിമല എന്ന് പറയുന്നത്. അത്രയധികം പ്രസിദ്ധമല്ലാത്ത, അധികം ആളുകൾ വരാത്ത, എന്നാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയപ്പെടുന്ന നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. രാവിലെ 6:30 ഞാനും മോനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. അവരെയും കൂട്ടിയിട്ട്, മോന് കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് അവൻ ആരെങ്കിലും വേണം, വൈഫോ അല്ലെങ്കിൽ അവൻ്റെ അനുജന്മാരാരെങ്കിലും. അവരാരും ഇല്ലാത്തത് കാരണം ആൾ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ നാട്ടുകാരാണ്. ഇവരായിട്ടൊന്നും മോന് ഒരു പരിചയവുമില്ല. എല്ലാവരെയും ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആദ്യമായിട്ടാണ് മോന് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് മോന് വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നാൽ അവൻ സഹകരിക്കുന്നുണ്ട്. നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം അവിടെ കാടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് തുറസായ സ്ഥലങ്ങളുണ്ട്. അവിടെ വെയിൽ ധാരാളം കൊള്ളുന്നത് കാരണം ഇഷ്ടംപോലെ പുല്ല് വളർന്നു നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെയാണ് നടക്കുന്നത്. പിന്നെ കാട്ടിനകത്തേക്ക് കയറിയപ്പം അധികം വെയിൽ കൊള്ളാത്തതുകൊണ്ട് അവിടെ അങ്ങനെ പുല്ലുകളില്ല, കാടുണ്ട്. എന്നാലും ആൾക്കാർക്ക് നടന്നു പോകാൻ നല്ലൊരു നടവഴിയുണ്ട്. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. എന്നാൽ അധികം മൃഗങ്ങളൊന്നും പകൽ സമയമായതുകൊണ്ടായിരിക്കാം കുരങ്ങുകൾ പോലും ഇല്ല. അവിടെ എവിടെയും പക്ഷികളുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. മോന് പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പോകുന്നതെന്നും അറിയാത്തവൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അവൻ പക്ഷേ അത്ര ചിറിയും കളിയും ഒന്നുമില്ല. അവൻ്റെ മുഖത്തൊരു ആങ്സൈറ്റിയാണ്. എവിടേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാനും മോനും കൂടെ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുന്നത്. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുത്താലും അവനത് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അവനോട് പറയുകയൊക്കെ ചെയ്തു, നമ്മളിങ്ങനെ ഒരു സ്ഥലം കാണാൻ പോവുകയാണെന്ന്. പക്ഷെ അവനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്നാലും അവർ പോകുമ്പം കൂടെ മോൻ പോകുന്നുണ്ട്. പുറകിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് മോൻ, ഞാൻ പുറകിലില്ലേന്ന്. കാരണം കൂടെയുള്ളവരോട് അത്ര പരിചയമില്ലാത്തത് കാരണം. എന്നാൽ അവരുടെ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയപ്പം പിന്നെ അവന് ശീലമായി. പിന്നെ അവൻ അവരുടെ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ കാടും ഈ പ്രദേശം, അതായത് ഇത്തരം ടെറൈനിലൊന്നും അവൻ ഇതുവരെ പോയിട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ പോകുമെങ്കിലും അവിടെ ഇങ്ങനെ ഒരു കാടല്ലല്ലോ, വലിയ മരങ്ങളും മൊത്തം കാടും ഉള്ളൊരു പ്രദേശമൊന്നുമല്ല. പോകെ പിന്നെ അവൻ അവരോട് ഇണങ്ങി. അവരുടെ കൂടെ ഞാനില്ലെങ്കിലും അവൻ എൻ്റെ കണ്ണെത്താ ദൂരത്ത് അങ്ങനെ പോകുന്നുണ്ട്. കുറേ ദൂരം അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ അവൻ നിൽക്കും, എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്തതാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പം വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പോയി കളയാമെന്ന് വിചാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ മോനെയും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരൂ, നമുക്ക് അവനെ നോക്കാൻ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു അപകടമുള്ള സ്ഥലമൊന്നുമല്ല, അവന് ഇഷ്ടപ്പെടും. പിന്നെ അവന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂട് അവനങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പം കാലാവസ്ഥ തണുപ്പാണ്, പിന്നെ മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. രാവിലെ മഞ്ഞുണ്ടാവും. അത് കാരണമാണ് ഞാൻ തൊപ്പിയൊക്കെ ഇട്ട് അവനെ കൊണ്ടുവന്ന്. പക്ഷേ നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം 8 മണിയുടെ അടുത്തായി. വെയിലില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പിന്നെ അധികം ആരുമില്ല. ടൂറിസ്റ്റുകൾ എന്ന് പറയാൻ ഇവിടേക്ക് അറിയപ്പെടുന്ന സ്ഥലമല്ല. കുറച്ച് പിള്ളേർ മാത്രം വരുന്നത്. ഞാൻ തന്നെ ഇത്രയും കാലമായിട്ട് 15 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന്. പക്ഷേ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വരുന്നതെന്നല്ല, ഇങ്ങനെ ഒരു പ്രദേശം ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇതൊക്കെ സർക്കാരിന് പ്രൊമോട്ട് ചെയ്യാവുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. സംഭവം ഫോറസ്റ്റിനകത്ത് കൂടെയാണ് പോകുന്നത്. ഒരു 1.5 കിലോമീറ്റർ പോകണം. 1.5 കിലോമീറ്റർ വരെ നമുക്ക് കാറും ബൈക്കും എല്ലാം പോകും. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നമുക്ക് കയറിപ്പോകുന്ന സ്ഥലമാണ്. നമ്മൾ മലയുടെ മുകളിലെത്തുമ്പം നല്ലൊരു പ്രദേശമാണ്. നമ്മൾ വാഗമണ്ണും മൂന്നാറും തേക്കടിയും ഒക്കെ പോകുന്ന പോലെ തന്നെ, വാഗമണ്ണിനെയും മൂന്നാറിനെയും ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ആരും അധികം അറിയപ്പെടുന്നില്ല ഈ സ്ഥലം. നല്ല തിക്ക് ഫോറസ്റ്റാണ്. നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളായിട്ട് അവിടെ പോയിട്ട് വൃത്തികേടാക്കരുത്. പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോവുക, ഫുഡ് വേസ്റ്റുകൾ കൊണ്ടുപോവുക, അതുമാതിരി പുക വലിക്കുമ്പം
പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനിയിപ്പം വേനൽക്കാലമാകുമ്പം നമ്മൾ പുകവലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റിൻ്റെ കുറ്റിയിടുകയോ തീപ്പെട്ടിയോ തീയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു തീപിടുത്തത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുക. അതുപോലെ അധികം ടൂറിസ്റ്റുകൾ വരാത്തത് കൊണ്ടാണ് വൃത്തികേടുകളൊന്നും കണ്ടില്ല. എന്നാൽ 1-2 സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കിറ്റുകളും ഫുഡിൻ്റെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളും പേപ്പർ പ്ലേറ്റുകളൊക്കെ കണ്ടു. അത് പിന്നെ നമ്മളുടെ ഒരു ആചാരം പോലെയാണ്. പലവരും പോകുമ്പം അതവിടെ ഇട്ട് ആ വേസ്റ്റ് ഇട്ടിട്ട് പോരുന്നത്. ഇപ്പം വലിയ വൃത്തികേടായിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരിമാരെ അവിടെയൊന്നും ഞങ്ങൾ കണ്ടില്ല. കുറച്ച് സ്ഥലം കുറച്ച് ട്രക്കിങ്ങിനുണ്ട്, കുറച്ച് കയറ്റം കയറിയിട്ട് പോകണം. എന്നാൽ നമ്മളങ്ങനെ മടുക്കുകയോ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമൊന്നുമല്ല. പോയി ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാം. പോകുമ്പോൾ നമ്മൾ അവിടുന്ന് കോങ്ങാട് ടൗണിൽ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അത്യാവശ്യമുള്ള സ്നാക്സ്, കുടിവെള്ളം ഇത് കയ്യിൽ കരുതണം. ഞങ്ങൾ അതിരാവിലെ പോകുന്നത് കാരണം ഞങ്ങൾക്ക് വല്ലാതെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും വന്നില്ല. എന്നാലും വെള്ളമൊക്കെ കയ്യിൽ കരുതിയിരുന്നു, ചെറിയ സ്നാക്സും ഒക്കെ. ആരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയത്. എന്നാലും പ്രത്യേകിച്ച് ഒരു ക്ഷീണം തോന്നുക ഒന്നും ഉണ്ടായില്ല. അത് ക്ലൈമറ്റിനനുസരിച്ചിരിക്കും. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ദാഹവും വിശപ്പൊക്കെ തോന്നും. ആ മലയുടെ ഏകദേശം ഒരു നെറുകിൽ എത്തുന്ന അവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. അതും ഈ പറയുന്ന പോലെ ആരും അധികം എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. ഒറ്റയ്ക്കൊന്നും അവിടേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥിരം വിശ്വാസികൾ വരുന്ന പോലെയുള്ളൊരു അമ്പലമായിട്ട് തോന്നിയില്ല. കൊടും കാടിനകത്താണ്. ഏകദേശം ആൾ താമസമുള്ള സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഈ അമ്പലം കാണുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പം ആരെയും കണ്ടില്ല. അവിടെ ഭക്തരായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആരെയും കണ്ടില്ല. ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ടും ഒരു 8-10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് കണ്ടു എന്നല്ലാതെ അത്ര അധികം ജനത്തിരക്കൊന്നും കണ്ടില്ല. ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളവിടെ മുകളിൽ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് അതിമനോഹരമായൊരു സ്ഥലം. മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും മഞ്ഞൊക്കെ പോയിരുന്നു. മഴയുള്ള സമയത്ത് കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഇതേ കണ്ടില്ലേ, ഈ പാറക്കൂട്ടത്തിൻ്റെ മേലെ കൂടെയൊക്കെയാണ് അങ്ങോട്ട് എത്തിപ്പെടേണ്ട വഴികൾ. അപ്പം മഴയുള്ള സമയത്ത് ചിലപ്പോൾ വഴുക്കലുണ്ടാവാം, അട്ടയുണ്ടാവാം, അത്ര ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ മഴയുള്ള സമയത്ത് ഇതത്രയും ഉയർന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇടിമിന്നലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ചെന്നെത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ശരിക്കും നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കാം. പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മൾ പോകുമ്പം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഒരു പ്ലാസ്റ്റിക് കിറ്റോ ഈവൻ നമ്മൾ കൊണ്ടുപോകുന്ന ന്യൂസ് പേപ്പറുകൾ പോലും അവിടെ ഉപേക്ഷിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മോനും ഫസ്റ്റിലൊക്കെ ഒരു മൂഡ് ഓഫ് പോലെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവൻ ഹാപ്പിയായി. ആ കാട്ടിലൂടെയൊക്കെ നടക്കുന്ന അവൻ ശരിക്കും എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ ജുനോ റയ്യാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് കുറച്ചും കൂടെയൊക്കെ ഹാപ്പി ആവുമായിരുന്നു. ഇതിപ്പോൾ ഒന്നാമത് അവൻ്റെ ഏജിലുള്ള ആൾക്കാരല്ല. പിന്നെ അവരാർക്കും ഇവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ക്യാമറയും പിടിച്ച് നടക്കുകയായിരുന്നു. വൈഫോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മോന് കുറച്ചും കൂടെയൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു. എന്നാലും അവൻ ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യുക, ഒരു പിണക്കം കാണിക്കുക ഒന്നും ചെയ്തിരുന്നില്ല. അവൻ നല്ല നിലയിൽ വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവൻ പോന്നിരുന്നത്. ഈ കാണുന്ന പോലെ കുറച്ച് ദൂരം പോവും, പിന്നെ അവൻ എന്നെ തിരിഞ്ഞ് നിന്ന് വെയിറ്റ് ചെയ്യും. കാരണം അവന് പരിചിതമല്ലാത്ത സ്ഥലങ്ങളാണ്. മേലേക്ക് കയറി പോകും തോറും ആകാശം മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ താഴെയൊക്കെ കുറച്ച് ദൂരത്താണ് കേട്ടോ, അത്ര ഡേഞ്ചറൊന്നുമല്ല. 2 സൈഡും കൊക്ക മാതിരിയുള്ള സ്ഥലമാണ്. താഴെ കൃഷിയിടങ്ങളും ഒരുപാട് താഴെയാണ് അതൊക്കെ. പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ അത്ര വലിയ അപകടമുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ വല്ലാതെ താഴേക്കോ വലിയ ഉയർന്ന പാറക്കെട്ടുകളുടെയൊക്കെ മേലെ കയറുകയാണെങ്കിൽ അപകടമാണ്. സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത്ര വലിയ അപകടമൊന്നുമല്ല. പാലക്കാട് ജില്ലയിൽ കോങ്ങാട് നിന്ന് 5 കിലോമീറ്റർ.